വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് കോളറ പടർന്നു പിടിച്ചപ്പോഴാണ് അതിൻ്റെ പ്രഭവകേന്ദ്രമായ ആലപ്പുഴയിൽ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോളറ, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ സ്ഥിരീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളും ഈ കേന്ദ്രത്തെയായിരുന്നു ഒരു കാലത്ത് ആശ്രയിച്ചിരുന്നത്. രോഗനിർണയത്തിനായി വർഷം തോറും ഏകദേശം 5000-ലധികം രക്തസാമ്പിളുകൾ ഒരു കാലത്ത് എത്തിയിരുന്ന ഈ സ്ഥാപനം ഇന്ന് നാഥനില്ലാ കളരിയാണ്. ഇവിടെ സ്ഥിരം ഡയറക്ടറെ നിയമിക്കണമെന്ന ആവശ്യം മാറി മാറി വന്ന സർക്കാരുകൾ അവഗണിച്ചു. പകർച്ചവ്യാധികൾ സ്ഥിരീകരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണിതെന്നിരിക്കെയാണ് ഈ അവഗണന. അതേസമയം സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും അവ കണ്ടെത്താനുള്ള പരിശോധനയ്ക്കും ലാബിൽ സംവിധാനമില്ല. 4 ലാബ് ജീവനക്കാരടക്കം 8 ജീവനക്കാർ ഇവിടെയുണ്ടെങ്കിലും പരിശോധനകൾ യാതൊന്നും നടക്കുന്നില്ല. കൊതുകിൻ്റെ സാന്ദ്രത അളക്കുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് ലാബിൽ ഇപ്പോഴെന്നാണ് അധികൃതരുടെ വിശദീകരണം. അത്യാധുനിക ഉപകരണങ്ങളൊന്നും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാബിൽ നിന്ന് ലഭിക്കുന്ന പരിശോധനാ ഫലത്തിന് കൃത്യതയില്ലെന്നും ആരോപണമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ യൂണിറ്റിനൊപ്പം സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂടി ബന്ധിപ്പിച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാം. എന്നാൽ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.